രമേശേട്ടനെ ഒന്ന് വിളിക്കട്ടെ, പിണക്കമായിരിക്കും. ഹലോ ഹലോ രമേശേട്ടാ. എന്റെ ചന്ദ്രിക, നീ എന്നെ പണിയടി കാണിച്ചേ. രമേശേട്ടാ പിണങ്ങല്ലേ രമേശേട്ടാ? ഞാൻ പിണങ്ങും. ഞാൻ ഷാപ്പിലെ പൂച്ച നിക്കണാരി എത്ര മണിക്കൂർ ഷാപ്പ് ബീവറേജിന്റെ ഫ്രണ്ടിൽ നിന്ന് നിനക്കറിയാവോ? രമേശേട്ടാ ഇന്ന് 1-ാം തീയതി ആണെന്നുള്ള കാര്യം ഞാനങ്ങ് വിട്ടുപോയി രമേശേട്ടാ. അല്ലെങ്കിൽ ഞാൻ ഇന്നലെ പറയത്തില്ലായിരുന്നു ഇന്ന് എനിക്ക് വരാൻ പറ്റില്ലാന്ന്. ഞാൻ എന്റെ പണി കളഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് അറിയാമോ, നിന്നെ കാണാൻ വേണ്ടി മാത്രം. അത്രയ്ക്ക് സ്നേഹം എനിക്ക് നിന്നോട്. രമേശേട്ടാ സോറി പിണങ്ങല്ലേ രമേശേട്ടാ? ഞാൻ പിണങ്ങും. രമേശേട്ടൻ ഇപ്പൊ എന്താ വേണ്ടേ? എനിക്ക് നിന്നെ കാണണം. കാണണോ? ആ, എനിക്ക് കണ്ടില്ല, എനിക്ക് ഉറക്കം വരില്ല, അതുകൊണ്ടാ. കാണാനിപ്പോ എന്താ ചെയ്യുന്നേ? ഞാൻ ഇപ്പൊ വരും. അയ്യോ അതിന് രമേശേട്ടന് വഴി അറിയാവോ? നീ വഴി പറഞ്ഞാട്ടെ. വഴി ടാറിട്ട റോഡാണ്, റോഡിനരികാണ്, വീടിനടയാളം കോഴിക്കോട്. പച്ചരി ചോറുണ്ട്, പച്ചമീൻ ചാറുണ്ട്, ഉച്ചയ്ക്ക് ഉണ്ണാനായി വന്നാലെങ്ങനെ ഉണ്ടാകും? രമേശേട്ടൻ ഞാൻ പാട്ടൊന്നും പാടിയതല്ല. വീടിനടയാളം ഇവിടെ ഒരു ഫ്രണ്ടിൽ ഒരു കോഴിക്കോടുണ്ട്. കോഴിക്കോട് നോക്കി ഇങ്ങനെ വന്നാ മതി. വീടിന്റെ ഫ്രണ്ടില് കോഴിക്കോടുണ്ട്. വരാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വരാതിരിക്കരുതേ. വരാതിരുന്നാലോ ചേട്ടന്റെ പരാതി തീരൂല. എന്റെ പരാതി തീരില്ല, എനിക്ക് തന്നെ കാണുന്ന കാണും. ഞാൻ വന്നിരിക്കും. അപ്പൊ കോഴിക്കോട് കേട്ടോ. കോഴിക്കോട് 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 കോഴിക്കോടല്ല കോഴിക്കോട്. നീ ഫോൺ വിളിച്ചപ്പോ നീ കോഴിക്കോട് പറഞ്ഞു കൊടുത്ത അല്ലല്ല എനിക്ക് മനസ്സിലായി. കോഴിക്കോട് അപ്പൊ കള്ളം കപ്പലിൽ തന്നെ. എടി ഇവിടെ ആകപ്പാട് 3 കോഴികളിനെ അതിനെ കൂടെ മോഷിച്ചോണ്ട് വന്ന് കള്ളന്മാർക്ക് റൂട്ട് പറഞ്ഞു കൊടുക്കണല്ലേ? കോഴിക്കോട് നീ അടയാളം പറഞ്ഞു കൊടുത്തില്ലേ? അയ്യോ അച്ഛൻ എന്നെ തെറ്റിദ്ധരിച്ച അച്ഛാ. ഇല്ല അച്ഛൻ ഞാൻ ഒരിക്കലും കോഴിക്കോട് ആർക്കും പറഞ്ഞു കൊടുത്തല്ല. കോഴിക്കോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കള്ളനെ വിളിച്ചതാണ്. സത്യം എനിക്കറിയാം. ഞാൻ കള്ളനെ വിളിച്ചതല്ല. നീ കള്ളനെ വിളിച്ചതാണ്. ഞാൻ കള്ളനെ വിളിച്ചതല്ല. പിന്നെ ആരെയടി വിളിച്ചത്? ഞാൻ എന്റെ കാമുകനെ അച്ഛാ വിളിച്ചത്. അയ്യോ എന്നാ നീ പറഞ്ഞേ? ഞാനിപ്പോ എന്താ അച്ഛാ പറഞ്ഞേ? നീ നിന്റെ കാമുകനെ വിളിച്ചതാണ്. ഞാനങ്ങനെ പറഞ്ഞു അച്ഛാ. നിന്റെ മോളെ നിനക്കറിയാലോ നിന്നെ ഞാൻ എങ്ങനെയാ വളർത്തിയെന്ന്. അമ്മയില്ലാത്ത നിന്നെ പാലും പഞ്ചസാരയും ആവശ്യത്തിന് വാരിക്കോരുത്തുന്ന നിന്നെ ഇത്ര പഠിപ്പിച്ച് വലുതാക്കി ഇവരേൽ ബില്ലെഴുതുന്ന ഒരു ജോലിയും മേടിച്ചു തന്നിട്ട് എനിക്ക് ഓസിന് വന്ന് ക്യൂ നിൽക്കാതെ പൈന്റ് മേടിക്കാൻ വേണ്ടി മാത്രമല്ല, എന്റെ മോളെ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് കെട്ടിച്ചു കൊടുക്കണം. നീ അതാണ് തെറ്റിച്ചത്. അതെന്താന്നറിയാ അച്ഛനറിയാതെ എന്റെ ഉള്ളിൽ ഒരു കാമുകം വളർന്നു പോയതാ അച്ഛാ. ആ കാമുകൻ അങ്ങനെ വളർന്നു കൊടുക്കരുത്, അത് എന്നോട് ചോദിക്കണം. അയ്യോ അച്ഛനോട് ചോദിച്ചിട്ട് എങ്ങനെ അച്ഛൻ ഞാൻ പ്രേമിക്കുന്നേ? പിന്നെ നീ ആരോട് ചോദിച്ചിട്ടാണ് പ്രേമിക്കണത്? എനിക്കറിയത്തില്ലേ. ഇത്രയും നാളും വളർത്തി വലുതാക്കിയ ഞാനാണ്. അപ്പൊ എന്നോട് നീ ചോദിക്കട്ടെ? അച്ഛൻ എന്നോട് ക്ഷമിക്കച്ചാ. എനിക്ക് പക്ഷെ രമേശേട്ടനില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല അച്ഛാ.